ഖത്തറിലെ പ്രവാസി സംഘടനയായ സംസ്കൃതി അടുത്തിടെ മനോഹരമായൊരു ചിത്ര പ്രദർശനം നടത്തി. 50-ലേറെ പ്രവാസി കലാകാരന്മാരുടെ 150-ലേറെ ചിത്രങ്ങളായിരുന്നു അതിലുണ്ടാകും. ഫൈസൽ ഹംസ ആ കാഴ്ചകളുമായി ചേരുന്നു. ഖത്തറിലെ പ്രവാസി ഇന്ത്യക്കാരായ ചിത്രകാരന്മാരുടെ സംഗമ കേന്ദ്രമായി സംസ്കൃതി ആർട്ട് എക്സിബിഷൻ. 50-ലേറെ കലാകാരന്മാർ, 150-ലേറെ ചിത്രങ്ങൾ, എല്ലാതരം ചിത്രകലയ്ക്കും ഇടമുണ്ടായിരുന്നു പ്രദർശനവേദിയിൽ. കഴിഞ്ഞ വർഷം നടന്ന ആദ്യ എഡിഷനിലെ വൻ ജനപങ്കാളിത്തമാണ് കലാകാരന്മാരെ വീണ്ടും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ സംസ്കൃതിക്ക് പ്രചോദനമായത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഒരു ആർട്ട് എക്സിബിഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നത്. അത് അന്ന് മൽക്കാ റൂഹി എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള ചികിത്സാ ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽവെപ്പായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ പങ്കെടുത്തിരിക്കുന്നത് അതിൽ ഏകദേശം 35 ആർട്ടിസ്റ്റുകൾ അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 35ഓളം ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആവശ്യം വീണ്ടും അടുത്ത വർഷം നടത്തിക്കൂടെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഈ പ്രാവശ്യം ആർട്ട് എക്സിബിഷൻ സീസൺ 2 എന്നുള്ള രീതിയിൽ ഈ പ്രാവശ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അത് എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം 35 ആണെങ്കിൽ ഇന്ന് ഏകദേശം 55ഓളം ആർട്ടിസ്റ്റുമാർ നമ്മളോട് പങ്കെടുക്കുന്നുണ്ട്. റിയലിസ്റ്റിക്, അബ്സ്ട്രാക്ട്, പോർട്രേറ്റ്, കോൺസെപ്റ്റ് തുടങ്ങി എല്ലാത്തരം ചിത്രങ്ങളും പ്രദർശനത്തിനെത്തി. പെൻസിൽ, ഓയിൽ, ത്രെഡ് ആർട്ട് തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളിലുമുള്ള ചിത്രങ്ങൾ ക്യാൻവാസുകളിൽ നിറഞ്ഞു. പ്രദർശനവേദിയിൽ പ്രവേശന കവാടത്തിന് തൊട്ടടുത്ത് വെച്ച ഖത്തർ അമീറിന്റെ ജീവൻ തുടിക്കുന്ന ഈ ചിത്രങ്ങൾ ആരെയും ആകർഷിക്കും. നമുക്ക് നാട്ടിലൊരു കലാകാരന് കിട്ടുന്ന അംഗീകാരം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയുണ്ട്. നാട്ടിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു സമീപനമുണ്ട്, അതും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടുത്തെ ക്രൗഡ് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ മനസ്സിലാവും. അതിന് ഒരു പരിധിവരെ ഇവിടുത്തെ ഭരണാധികാരിക്ക് പങ്കുണ്ട്. ഈ രാജ്യത്തെ എങ്ങനെയാണോ അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത്, കലാ സാംസ്കാരിക രംഗത്ത് എങ്ങനെയാണോ മുന്നോട്ട് നയിക്കുന്നത് എന്നതിൻ്റെ അടയാളമാണ് ഇവിടെ കാണുന്ന ഈ സാംസ്കാരികമായിട്ടുള്ള കൂട്ടായ്മ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ആ ചിത്രം വരയ്ക്കാതിരിക്കും? അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രവാസ ലോകത്തെ കലാകാരന്മാർക്ക് വല്ലപ്പോഴും വീണു കിട്ടുന്ന അവസരങ്ങളാണ് ഇത്തരം കമ്മ്യൂണിറ്റി പ്രദർശനങ്ങൾ. പേരെടുത്ത കലാകാരന്മാർക്ക് ഖത്തറിലെ മ്യൂസിയങ്ങളിലും ഖത്താറയിലെയും മിഷേരിപ്പിലെയും ആർട്ട് ഗ്യാലറിയിലുമൊക്കെ പ്രദർശനത്തിന് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ തുടക്കക്കാർക്ക് ഇത്തരം അവസരങ്ങൾ വലിയ വേദികളിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഞാൻ കൂടുതലും വരയ്ക്കുന്നത് ഹിന്ദു പുരാണ കഥാപാത്രങ്ങളായ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ്. സോ ഞാൻ എക്സിബിഷൻ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഖത്തർ കൾച്ചറുമായി ബന്ധപ്പെട്ട 3 ചിത്രങ്ങളാണ്. അറബിക് ഹോഴ്സ്, റോയൽ ഫാൽക്കൺ, അതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിരവധി പേരാണ് കലാസൃഷ്ടികൾ കാണാനും സ്വന്തമാക്കാനും എത്തിയത്. നമ്മൾ സംസ്കൃതിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് നമ്മളിത് കണ്ടോടുകൂടി വളരെ ഇംപ്രസ്ഡ് ആണ്. കാരണം ഇത്രയും നമ്മൾ പ്രവാസ ലോകത്ത് ആർട്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. അതേപോലെ തന്നെ ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള പെയിൻറ്റിങ്സ് വെച്ചിട്ട് നമ്മൾ കാണാൻ പറ്റുന്നതും വാങ്ങാൻ പറ്റുന്നതും ഇതേ ബഡ്ഡിങ് ആർട്ടിസ്റ്റിനുള്ള ഒരു പ്രചോദനം തന്നെയാണ്. സോ ഇവിടെ വന്നു റിയലി ഇൻസ്പയർഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലെയുള്ള ഈവൻറ്റ്സ് ഇനിയും കൊണ്ടുവരണം ഖത്തറിൽ സംസ്കൃതി യൂണിറ്റിൻ്റെ അണ്ടറിൽ. 2 വർഷം കൊണ്ട് തന്നെ ഖത്തറിലെ മലയാളി കലാഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ആർട്ട് എക്സിബിഷൻ വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകരായ സംസ്കൃതി.